രാജ്യതലസ്ഥാനത്ത് കുടിവെള്ളത്തെ ചൊല്ലി ബി.ജെ.പി. ആം ആദ്മി പാർട്ടി വാക്പോര് രൂക്ഷം. മെയ് 25-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കുടിവെള്ളത്തെ ചൊല്ലി ആരോപണ പ്രത്യാരോപണങ്ങളുമായി ആം ആദ്മി പാർട്ടി ബി.ജെ.പി. നേതാക്കൾ രംഗത്ത് വന്നു കഴിഞ്ഞു. ഹരിയാനയിലെ ബി.ജെ.പി. സർക്കാർ ഡൽഹിയിൽ കൃത്രിമ വെള്ളക്ഷാമം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആം ആദ്മി പാർട്ടി നേതാവും മന്ത്രിയുമായ അതിഷി ആരോപിച്ചു. അതേസമയം ജലസ്രോതസ് സംരക്ഷിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജ്യസഭാംഗമായ സ്വാതി മലിവാളിന് നേർക്കുണ്ടായ അതിക്രമത്തിൽ നിന്ന് ശ്രദ്ധ ാണ് പുതിയ വിഷയം ഉന്നയിക്കുന്നതെന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. രാജ്യതലസ്ഥാനത്ത് കുടിവെള്ളത്തിന്റെ പ്രധാന സ്രോതസ് യമുന നദിയാണ്. യമുന നദിയിലെ ജലം ശുദ്ധീകരിച്ച് പൈപ്പുകളിലൂടെ എത്തിച്ചാണ് കുടിവെള്ള പ്രശ്നമടക്കം പരിഹരിക്കുന്നത്. ഹരിയാനയിലൂടെ ഒഴുകിവരുന്ന യമുന നദി വസീറാബാദിൽ തടഞ്ഞ് ജലശുദ്ധീകരണം നടത്തും. ഇവിടെ 674 അടി ഉണ്ടാകാറുള്ള ജലനിരപ്പ് ഇപ്പോൾ 670 അടിയായി കുറഞ്ഞതാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണത്തിന് കാരണമായത്. ഹരിയാനയിലെ ബി.ജെ.പി. സർക്കാർ മനഃപൂർവ്വം ജലക്ഷാമം സൃഷ്ടിക്കുകയാണെന്നാണ് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി ജലവിഭവ വകുപ്പ് മന്ത്രിയുമായ അതിഷി ആരോപിക്കുന്നത്. भारतीय जनता पार्टी द्वारा की जाएगी, दिल्ली के वोटरों को बरगलाने के लिए की जाएगी, लेकिन मैं आपको सतर्क करना चाहती हूं, आपको आगाह करना चाहती हूं कि भारतीय जनता पार्टी की साजिश में नहीं आना है. അതേസമയം ജലസ്രോതസ് സംരക്ഷിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി സ്വാതി മല്ലിവാൾ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നതെന്ന് ബി.ജെ.പി. ഡൽഹി ഘടകം അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ ചൂണ്ടിക്കാട്ടി. കെജ്രിവാൾ തന്റെ പരാജയം മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണെന്നും ജലവിതരണത്തിന്റെ കാര്യത്തിൽ എന്ത് നടപടിയെടുത്തെന്ന് മന്ത്രി അതിഷിയാണ് വ്യക്തമാക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. अरे जेल के चिट्ठी लिखने वाले अरविंद केजरीवाल ने तुम्हें भी चिट्ठी लिखी थी 1 महीने पहले. बता दो 1 महीने में तुमने कुछ किया हो पानी के लिए? दिल्ली में पानी की किल्लत तुम्हारी नाकामी की वजह से है. दिल्ली में पानी की किल्लत तुम्हारे भ्रष्टाचार की वजह से है. ഉത്തരേന്ത്യ അത്യുഷ്ണത്തിലാണ്. പതിവിന് വിപരീതമായി മെയ് മാസത്തിൽ തന്നെ വേനൽ ശക്തി പ്രാപിച്ചു. താപനില ചിലയിടങ്ങളിൽ 49 ഡിഗ്രി സെൽഷ്യസ് പിന്നിട്ടു. ഉത്തരേന്ത്യയിൽ ആകെ കടുത്ത വരൾച്ചയാണ് അനുഭവപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായി ജലനിരപ്പ് താഴുമെന്ന് വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. എന്നാൽ ഡൽഹി സർക്കാർ എന്ത് മുൻകരുതലെടുത്തു എന്ന ചോദ്യമാണ് ബി.ജെ.പിയുടേത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.